ഗൈസ് ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിന് കണക്ക് എന്തായാലും ഒരു ഇൻഫർമേഷൻ കണക്ക് കിട്ടിയിരുന്നാലും ഉണ്ട് കേട്ടാ. എന്താണ് ഇൻഫർമേഷൻ വെച്ചാൽ ഒരു കിടില ഇൻഫർമേഷനാണ് കേട്ടാ. ഇതെന്ന് വെച്ചാൽ ഒരു സ്റ്റീലിംഗ് ആണ് ഗൈസ് ഓക്കെ. നമ്മുടെ സിറ്റിയിൽ കണക്ക് എന്തായാലും ഒരു ടൊയോട്ടയുടെ ഒരു കാർ ഷോറൂം കണക്ക് എന്തായാലും ഉണ്ട് കേട്ടാ. ആ ഒരു കാർ ഷോറൂമിലോട്ട് കണക്ക് എന്തായാലും ഇഷ്ടം പോലെ ടൊയോട്ടയുടെ കാറുകൾ കണക്ക് എന്തായാലും ഉണ്ട് കേട്ടാ. നൈസ് കാറുകൾ കണക്കാണ് കേട്ടോ. അവിടെ ടൊയോട്ട സൂപ്പർ ഉണ്ട്, ടൊയോട്ട ഫോർച്യൂണർ ഉണ്ട്, അതേപോലെ തന്നെ ഫോർച്യൂണർ ലെജൻഡർ ഉണ്ട്, അതേപോലെ തന്നെ സാധാ ഫോർച്യൂണറിൻ്റെ ഒരു മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ ടൊയോട്ട സൂപ്പർ ഓക്കെ. പിന്നെ പുതിയതായിട്ട് അവിടെ സിറ്റിയിൽ ഏതോ ഒരു വണ്ടികളൊക്കെ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഏതോ ഇമ്പോർട്ട് ചെയ്ത ഒരു കാറാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മുടെ ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസറാണ് കേട്ടോ. സീന് കാറാണ് ഓക്കെ. നമ്മുടെ മെയിൻ ടാർഗറ്റ് അതാണെന്ന് വെച്ചാൽ ഈ സൂപ്പർ ഇതൊക്കെ നമ്മൾ നേരത്തെ അടിച്ചേറ്റിട്ടുണ്ട് കേട്ടോ. ഈ മോൺസ്റ്റർ കാർ നമ്മൾ അടിച്ചേറ്റിട്ടില്ല കേട്ടോ. ഇത് നേരത്തെ ഉള്ള വണ്ടി തന്നെയാണ് ഓക്കെ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ മോൺസ്റ്റർ കാർ അടിച്ചേറ്റാൻ പോകണമെന്ന് വെച്ചാൽ ടൊയോട്ടയുടേത് ഓക്കെ. നമ്മളെപ്പോഴും ഒരിക്കലും ഓടിച്ചിട്ടുണ്ട് കേട്ടോ, ആ ഓർമ്മയല്ല ഓക്കെ. നമുക്കപ്പോൾ എന്തായാലും ഈ കാണുന്ന നമ്മുടെ ടൊയോട്ടയുടെ ഷോറൂം നൈസായിട്ട് അങ്ങ് റോബ് ചെയ്യാം ഗൈസ് ഓക്കെ. അവിടുത്തെ എല്ലാ കാറും അങ്ങ് അടിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ പിന്നെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ സൈക്കിളാണ് കേട്ടോ. ഇതെൻ്റെ സൈക്കിളല്ലേ ഗൈസ്, എനിക്ക് വഴിയിൽ നിന്ന് കളഞ്ഞ് കിട്ടിയാണ് കേട്ടോ. ഇത് പിന്നെ നൈസ് ഒരു സ്റ്റണ്ട് സൈക്കിളാണ് ഗൈസ് ഓക്കെ. ഈ സൈക്കിൾ ഞാൻ കളയാന്നില്ല ഗൈസ് ഓക്കെ. ആ ഷോറൂമിൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് പോയി കാറുകളൊക്കെ പിന്നെ അടിച്ചരിയിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോയി എടുക്കാം കേട്ടോ. നമ്മൾ കാറിന്ന് എടുക്കണല്ലേ ഈ സൈക്കിൾ മതി ഓക്കെ. ഇതെന്ന് വെച്ചാൽ കേസ് ഒരു അടിപൊളിയുള്ള സ്റ്റണ്ട് സൈക്കിളാണ് കേട്ടോ. നല്ല സ്പീഡ് അത്യാവശ്യം എന്തായാലും ഉണ്ട് കേസ് ഓക്കെ. നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു സൈക്കിളും കൊണ്ട് നേരെ എന്തായാലും കേസ് ആ ഒരു ഷോറൂമിലോട്ട് പോവാം കേട്ടോ. നമുക്കെന്നിട്ടില്ല എല്ലാ വണ്ടികളും അങ്ങനെ നൈസായിട്ട് അങ്ങ് അടിച്ച് മാറ്റി കളയാൻ കേസ് ഓക്കെ. ഓക്കെ ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും ഫൈനലി ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോകണ്ട കേസ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ സൈക്കിൾ വയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ സൈക്കിൾ സ്പോട്ട് ചെയ്യും കേസ് ഓക്കെ. നമ്മുടെ സൈക്കിൾ തന്നെ റെഡ് സൈക്കിളാണ് കേട്ടോ. ഇതോടെ ഇരിക്കട്ടോ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാനുള്ളതാണ് കേട്ടോ. നമുക്കപ്പോൾ നൈസായിട്ട് എന്തായാലും ഈ മതിൽ ചാടി നേരെ അവിടെ ഒരു ഷോറൂമിലോട്ട് എൻ്റെ മോനെ ഇവിടെ ഇപ്പോൾ ഞാൻ തലമണ്ട അടിച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ. എണിക്കണ ഫ്രാങ്ക്ലിൻ എനിക്ക് പെട്ടെന്നൊക്കെ അടിച്ചായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവുള്ളതാണ് കേസ് ഓക്കെ. നമുക്കപ്പോൾ മാക്സിമം ടാർഗറ്റ് എന്ന് വെച്ചാൽ ആ ലാൻഡ് ക്രൂസറാണ് കേട്ടോ. നമുക്കപ്പോൾ എത്ര വണ്ടിയുണ്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തായാലും നോക്കി നോക്കാം കേട്ടോ. നമ്മുടെ കയ്യിലാണെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ഗൺസുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സീനില്ല കേസ് ഓക്കെ. നമ്മുടെ കയ്യിൽ പിസ്റ്റലുണ്ട്, അതേപോലെ തന്നെ AK-47 ഉണ്ട്, റോക്കറ്റ് ലോഞ്ചറുണ്ട്, സ്നൈപ്പറുണ്ട്, സ്റ്റിക്കി ബോംബുണ്ട്, എല്ലാം ഉണ്ട് കേസ് ഓക്കെ. നമുക്കപ്പോൾ നൈസായിട്ടൊന്നുമില്ലല്ലോ നമ്മുടെ പിസ്റ്റൽ കൈ വെച്ചിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരും കേട്ടോ. എൻ്റെ മോനെ ഇതെന്താണ് ഗൈസ് ഓക്കെ. ഇതിൻ്റെ അകത്ത് ഫോർച്യൂണർ, ലെജൻഡർ, പിന്നെ മോൺസ്റ്റർ ട്രക്ക്. എൻ്റെ മോൻ ഇതാണ് ലാൻഡ് ക്രൂസർ ഓക്കെ. മുകളിലുണ്ടോ സൂപ്പറായി കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയെന്ന് ചിലക്ക്. ഇൻഫർമേഷൻ തന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒരു കൂട്ടുകാരനാണ് ഗൈസ് ഓക്കെ. ലാമർ എന്നാണ് കേട്ടോ. അവനാണ് നമുക്ക് ഇൻഫർമേഷൻ തന്നത് കേട്ടോ. ഓ ഗൈസ് നമ്മളിങ്ങനെ ലാൻഡ് ക്രൂസർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം കേസ് ഈ ഒരു വണ്ടി ലോക്കല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഈ ലാൻഡ് ക്രൂസറും കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാം കേസ് ഓക്കെ. എൻ്റെ മോനെ കേസ് ഈ ലാൻഡ് ക്രൂസർ സീനും വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേസ് ലാൻഡ് ക്രൂസർ ഓടിക്കുന്നത് വെച്ചാലോ ഓക്കെ. എൻ്റെ മോനെ നൈസ് വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കൺട്രോളുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ബ്ലാക്ക് കളറുകളൊക്കെയാണ് കേട്ടോ. അത് മാത്രമല്ല നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ലാൻഡ് ക്രൂസർ തരണേന്ന് വെച്ചാൽ കേട്ടോ. എൻ്റെ മോൻ നൈസ് വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്ത ഈ പുതിയ കാർ കൊള്ളാം കേട്ടോ. എനിക്ക് നല്ല ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലാൻഡ് ക്രൂസറുകളൊക്കെ. നമുക്കപ്പോൾ എന്തായാലും നേരെ ഈ വണ്ടിയോട് നേരെ നമ്മുടെ വീട്ടിൽ പോകട്ടെ. ഈ വണ്ടിക്ക് വേണ്ട നമ്മുടെ ബാക്കിലത്തെ സീറ്റിലുണ്ട് ഒരു സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടിടാം കേസ് ഓക്കെ. എന്നിട്ട് നമുക്ക് എന്തായാലും അടുത്ത വണ്ടി ഞങ്ങൾക്ക് അടിച്ചു വരായിട്ട് നമുക്ക് എന്തായാലും പോകാം കേസ് ഓക്കെ. ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും വീണ്ടും ഷോറൂമിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പിന്നെ വേറൊരുത്തൻ്റെ ലിഫ്റ്റ് വെച്ചാണ് വന്നതെന്ന് വെച്ചാൽ കേട്ടോ. അടിച്ചു മാറ്റിയെന്നല്ല കേട്ടോ. ഞാൻ ഒരുത്തൻ്റെ ലിഫ്റ്റ് ചോദിച്ചാണ് വന്നതെന്ന് വെച്ചാൽ ഓക്കെ. നമ്മളങ്ങനെ വീണ്ടും ടൊയോട്ടയുടെ ഷോറൂം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ 2 ഫോർച്യൂണർ അവസാനം അടിച്ചാൽ നൈസ് ഓക്കെ. ഇനി നമുക്ക് ഏതുകൊണ്ട് അടിച്ചാൽ ഇനി നമുക്കില്ല ഏറ്റവും മേളിൽ പോയി ആര് സൂപ്പർ അടിച്ചാൽ നൈസ്. കാരണം വെച്ചാൽ മേളിലെന്ന് മിക്കവാറും ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാൽ ഈ ഷോറൂമിൽ ഇത്രയും സെക്യൂരിറ്റി ഇല്ലാത്തൊരു ഷോറൂമായി പോയല്ലോ. അത് മാത്രമല്ല ഇവിടെ സൂപ്പറുണ്ട്, ലാൻഡ് ക്രൂസർ ഉണ്ട്, കുറേ വണ്ടികളുണ്ട് ഓക്കെ. ഇത്രയും വണ്ടികളുണ്ടായിട്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി ഇല്ലെന്ന് വെച്ചാൽ വലിയ കഷ്ടം തന്നെ ഓക്കെ. ഇല്ലാത്തതാണ് നല്ല വെച്ചാൽ നമുക്ക് ഈസിയായിട്ട് അടിച്ചാറ്റാൻ പറ്റും ഓക്കെ. വേറെ പോലീസ് ചേസോ ഒരു ചേസ് നമുക്ക് വരൂലേ ഓക്കെ. എന്നാൽ ഈ ഷോറൂമിൻ്റെ ഓണർ പൊട്ടം തന്നെ കേട്ടോ. അയാൾക്ക് ഇത്രയും കൂടിയ കാറിലൊക്കെ വയ്ക്കാൻ എന്നിട്ട് ഒരു ഇത് വയ്ക്കാൻ വയ്യ കേസ് ഓക്കെ. ഒരു സെക്യൂരിറ്റി ഗാർഡനെ വയ്ക്കാൻ വയ്യ ഓക്കെ. അത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഈസിയായിട്ട് വണ്ടി അടിച്ചാറ്റാൻ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ എങ്ങനെ ഇറക്കണം ഓക്കെ. വണ്ടി ചാടിക്കണ്ടേ ഓക്കെ. ചാടിച്ച പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് മര്യാദയ്ക്ക് ഇതിലേക്കൂടെ തന്നെ ഇറക്കി പോകണ്ട. നമുക്ക് ഒരു ധൃതിയില്ല, എങ്ങനെയെങ്കിലൊക്കെ പതുക്കെ അടിച്ചാറ്റിയാൽ മതി കേട്ടോ. പക്ഷേ ഈ ഷോറൂമിൻ്റെ ഓണർ വല്ലതും കണ്ട പണിയാവും കേസ് ഓക്കെ. നമുക്കെന്തായാലും എങ്ങനെയെങ്കിലൊക്കെ പതുക്കെ എന്തായാലും ഇറക്കാം കേസ് ഓക്കെ. എന്തായാലും വണ്ടിക്ക് ഡാമേജ് വരാതെ നോക്കണം കേട്ടോ. നമുക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം വിൽക്കാം കേസ്. എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്തായാലും നമ്മുടെ പേഴ്സണൽ വെഹിക്കിളായിട്ട് എടുക്കുക കേട്ടോ. ഇത് പിന്നെ സൂപ്പറാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഗോൾഡ് പോലെ തോന്നും, പക്ഷേ ഇത് ഗോൾഡ് അല്ലേ, ജസ്റ്റ് ഓറഞ്ച് ആണ് കേട്ടോ. സൂപ്പർ അവൻ നമ്മൾ എപ്പോഴും ഒരിക്കൽ അടിച്ചിട്ടുണ്ട് ഓക്കെ. കുറേ വർഷം അടിച്ചിട്ടിട്ടുണ്ട് ഓക്കെ.
നമ്മളിത് ആദ്യമായിട്ടൊന്നല്ല അടിച്ചായിരുന്നു. ഓക്കെ, എന്നാലും നൈസ് ഉണ്ട് കേട്ടോ. ഇൻറ്റീരിയറൊക്കെ നൈസാണ് എന്തായാലും കേട്ടോ. ഒരു പിങ്ക് കളർ സ്റ്റിയറിംഗ് എലമെൻ്റൊക്കെയാണ് ഈ വണ്ടിക്ക് പറഞ്ഞത് കേട്ടോ. നല്ലൊരു കാരണം. എൻ്റെ മോൻ ഇതെന്താണ് ഈ ഫ്രാങ്ക്ലിൻ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടി. ഫ്രാങ്ക്ലിന് ബോധമല്ലെന്നുണ്ട് ഇതൊക്കെ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, കാര്യം ചെയ്യാം. നമുക്ക് എന്തെല്ലാം സൂപ്പറുണ്ട് നേരെ വീട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ അടുത്ത വണ്ടി എന്നാലും അടിച്ചാരി കൊണ്ടെന്നാലും വരാം. ഓക്കെ ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും വീണ്ടും ഷോറൂം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ഒരുത്തൻ്റെ ഒന്ന് ലിഫ്റ്റ് ചോദിച്ചാണ് വന്നതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും നേരെ നമ്മുടെ ഈ ഒരു ഫോർച്യൂണറുകളൊക്കെ അടിച്ചു തരാം കേട്ടാ. ഈ മോൺസ്റ്റർ ഫോർച്യൂണറൊക്കെ ആദ്യം അടിച്ചു തരാം കേട്ടാ. ഇനി 2 എണ്ണം കൂടെ ഉള്ളു കേട്ടോ. എന്നാൽ ഈ ഷോറൂമിൻ്റെ ഓണർ എവിടെ പോയി കിടക്കണേ എന്തോ. ഓക്കെ, ഇത് നല്ല കാര്യമാണ്. പോലീസ് കേസുമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ വണ്ടി മാക്സിമം പതുക്കെ ഹാൻഡിൽ ചെയ്യണം കേട്ടോ. ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇത് കേട്ടോ. വണ്ടി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് മാത്രമല്ല തട്ടിക്കഴിഞ്ഞാൽ പപ്പടം പോലെ പൊളിഞ്ഞു പോകും ഗൈസ്. ഓക്കെ, അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കേട്ടാ. നൈസ് കാറാണ് കേട്ടാ. ലെജൻഡർ അല്ല, നോർമലായിട്ടുള്ള ഫോർച്യൂണറിൻ്റെ മോൺസ്റ്റർ കാറാണ് കേട്ടാ. ഈ റെഡ് കാണാൻ നൈസർ എന്തായാലും ഉണ്ട് കേട്ടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇതും കൊണ്ട് നേരെ ഒന്നും അങ്ങ് കേട്ടാ. ഇൻറ്റീരിയറും ബാക്കി കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. വലിയ 4 ടയറേ ഉള്ളതെന്നേ ഉള്ളൂ. ഓക്കെ, വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല കേട്ടാ. നമുക്കപ്പോൾ എന്തായാലും നേരെ എന്തായാലും ഈ ഒരു ഫോർച്യൂണറും കൊണ്ട് നേരെ നമ്മുടെ വീട്ടിൽ പോകാൻ കഴിച്ചു. എന്നിട്ട് ഈ വണ്ടി കൂടെ അവിടെ ഇട്ടിട്ടോ അങ്ങനെ അടുത്ത ആ 2 കാറും കൂടെ അടിച്ചു വരാനായിട്ട് എന്തായാലും പോവാം. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ആ ഒരു വണ്ടി കൂടെ നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും വണ്ടി അടിച്ചു വരി കൊണ്ടു കേട്ടോ. എനിക്കല്ലാതെ ലിഫ്റ്റ് ചോദിക്കാൻ വയ്യ കേട്ടാ. ഒന്ന് ചേട്ടാ എനിക്ക് ഈ വണ്ടി ഒന്ന് തരുമോ? അല്ല പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലെടുത്ത് ചാവ നോക്കിക്കണേ. ഇറങ്ങണോ വണ്ടിന്ന്? ഇനി മുതൽ ഈ വണ്ടി എന്റെ സ്വന്തം. ഓ പിന്നെ ഇതങ്ങ് സ്വന്തമാക്കിയത് നിന്റെ അച്ഛന്റെ മുതലല്ലേ? തന്നടാ, അച്ഛന്റെ മുതൽ എന്നടാ. ഇറങ്ങണ അങ്ങോട്ട്. അല്ല പിന്നെ ഇവിടെ ഇപ്പൊ നമ്മളെന്തായാലും എല്ലാ ടൊയോട്ടയുടെ വണ്ടി അടിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. നമ്മുടെ മോൺസ്റ്റർ കാർ വെളിയിലിട്ട് കേട്ടോ. അതിലുള്ള സ്ഥലമില്ല കേട്ടാ. സ്ഥലമുണ്ട്, പക്ഷേ ഈ കാർ എടുത്ത് മാറ്റണം. അത് പിന്നെ എടുത്ത് മാറ്റിയിട്ട് അങ്ങ് അകത്തിടാം കേട്ടാ. ഈ ഷോറൂമിൻ്റെ ഓണറങ്ങാൻ ഈ സാധനം വെളിയിൽ കണ്ട പണി പാളും അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് അകത്തെടുത്തിടണം കേട്ടാ. നമ്മൾ പിന്നെ ലാൻഡ് ക്രൂസർ, സൂപ്പറ, പിന്നെ ഈ ഒരു ഫോർച്യൂണർ, ലെജൻഡർ, മോൺസ്റ്റർ കാർ, ഇത്രയും വണ്ടികളാണ് നമ്മൾ അടിച്ചാറ്റം ചില കേട്ടാ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം തന്നെ എന്തായാലും ചെയ്യാം കേട്ടാ. ഞാൻ വീണ്ടും പുതിയൊരു കിടിലെ വീഡിയോ വീണ്ടും വരുന്നതാണ് കേട്ടാ. അപ്പം പുതിയൊരു കിടിലെ വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.